നമ്മളിപ്പോ ഈ നാട്ടില് ഒരുപാട് മിസ്സിംഗ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ചൈൽഡ് മിസ്സിംഗ് കേസുകൾ, ഗേൾസ്, അങ്ങനെ ഒരുപാട് മിസ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി സിനിമകളൊക്കെ വളരെ ചുരുക്കം കുറവുകളാണ്. ആദ്യത്തെ സിനിമയാണ് പൊലിയാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മള് നല്ലവരായിട്ട് നല്ല കമ്പനി. അപ്പൊ നമ്മള് ഹോൾ ക്രൂ ഇങ്ങനെ കൂട്ടുകാരെ പോലെയാണ്. ക്രിമിനൽസ് ആണ് ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ആളുടെ ഫസ്റ്റ് വേർഡാണ്. അപ്പൊ അങ്കമാലി മുതൽ എടുത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം മിക്ക സിനിമയിൽ ഇതുപോലെ ക്രിമിനൽ ആണല്ലോ. സ്വാതന്ത്ര്യരാത്രി നമ്മുടെ ടോനോട് എല്ലാത്തിലും കുറച്ചൊരു ചേട്ടാ ഞാൻ എന്നെ കണ്ടു ചേട്ടാ പച്ചഭാവം ചേട്ടാ. കുറെ ടൈമിംഗ് ഒക്കെ തെറ്റിച്ചിട്ട് കുറെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അയ്യോ ചേട്ടാ ഒരു അടിക കെട്ടിട്ട് തലയൊരു കറക്കം കയറി. ഇതില് നിങ്ങൾ രണ്ടുപേർക്കും നായകന്മാരുണ്ട് അല്ലെ? എന്നോട് ഹീറോ എങ്കിർക്കാണ് തിരികെ. ഇന്നത്തെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ എഫേർട്ടാണ് ഞാൻ അന്നത്തെ ആദ്യത്തെ സിനിമയുടെ. എൻ്റെ ഏതാണ്ട് ഒരു 16 വർഷം ഞാൻ ഇതിന് പിന്നാലെ സ്റ്റഡീസും എൻ്റെ പിന്നാലെ ആയിട്ടുള്ള സെർച്ചിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ 16 വർഷത്തെ എൻ്റെ എഫേർട്ടാണ്. എൻ്റെ 23ാമത്തെ വയസ്സിൽ ഞാൻ ഇതിനുള്ളിൽ ഇന്നാണ്. എൻ്റെ ചെറുപ്പം തൊട്ടിലുള്ള എൻ്റെ അംബീഷനും കാര്യങ്ങളും. അപ്പം ആ ടൈമിൽ ഒരു ഷോക്കായിരുന്നു. കാശ്മീരിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പകിടകളി സിനിമയാണ് നായകന്മാരാണ് ഉള്ളത്. സ്വാഗതം ചെയ്യാം. ടിറ്റോ എന്ന് പറഞ്ഞാലും കൂടുതൽ അങ്ങനെയും പറയാം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഒരു അപ്പോ ടിറ്റോയുടെ പുതിയ നായകൻ കൂടിയുണ്ട് അല്ലെ, ദേവസൂര്യ. അപ്പൊ എന്താണ് പകിടകളി? ടിറ്റോ തന്നെ പറഞ്ഞത്. പകിടകളി വയലന്റ് ആണ്, ഇച്ചിരി വയലൻസും ഇച്ചിരി ഫാമിലി ഓറിയന്റഡ് ആണ്. നമ്മളിപ്പോ ഈ നാട്ടില് ഒരുപാട് മിസ്സിംഗ് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ചൈൽഡ് മിസ്സിംഗ് കേസുകൾ, ഗേൾസ്, അങ്ങനെ ഒരുപാട് മിസ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെ ചുറ്റിപ്പറ്റി സിനിമകളൊക്കെ വളരെ ചുരുക്കം കുറവുകളാണ്. അപ്പം നമ്മളൊരു കുറച്ച് 10-27 കുട്ടികളെ കാണാതായിട്ട് ഒരു റിയൽ ഇൻസിഡന്റിനെ ആസ്പദമാക്കിയിട്ട് ഒരു 27 കുട്ടികൾ മിസ്സായി പോയിട്ട് കേരള പോലീസ് അത് റിക്കവർ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു വൺ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഈ പടത്തിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സെബാൻ എന്ന് പറഞ്ഞത്. സെബാനും ദേവിയും കൂടി നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾക്ക് ഒരു ക്രിമിനൽസ് ആണ് പടത്തില് ബേസ് ചെയ്തുള്ള ഒരു ക്രിമിനൽസ് ആണ്. അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും അവരെ കൊണ്ട് പോലീസ് കേസ് അന്വേഷിക്കുന്നു. അല്ലല്ല ഞങ്ങള് വെച്ചിട്ട് ഞങ്ങളത് ബേസ് ചെയ്ത് ഞങ്ങള് യാദൃശ്ചികമായി പെട്ടുപോകുന്നതാണ്. അപ്പൊ അവർക്കൊരാവശ്യം ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ സഹായം ചോദിക്കുന്നു, നമ്മൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളാണ്. ആദ്യത്തെ സിനിമയാണ് പൊലിയാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മള് നല്ലവരായിട്ട് നല്ല കമ്പനി. അപ്പൊ നമ്മള് ഹോൾ ക്രൂ ഇങ്ങനെ കൂട്ടുകാരെ പോലെയാണ്. നിഷാദക്കായാലും ടിറ്റോറിനായാലും ഞങ്ങളൊക്കെ എല്ലാവരും അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഈ സിനിമയുടെ ഭാഗമായിട്ട് നമ്മള് ഞാനും നിഷാദും ഓൾറെഡി സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഓൾറെഡി സംഭവം എന്ന് പറഞ്ഞിട്ടൊരു പടം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം നമ്മളൊരു അടുത്ത് ഒരു നല്ലൊരു പ്രൊജക്ട് ചെയ്യണം. അപ്പോഴാണ് ഞാൻ ദേവനെ പരിചയപ്പെടുന്നത്. എന്റെ പൊന്നിവനാണോ ഹീറോ, ഒരു ഞാൻ പെട്ടുപോകല്ലോ. പക്ഷെ ഭയങ്കര കംഫർട്ടായിരുന്നു ആള്. പുതിയ ഒരു ആക്ടറിന്റെ പോലത്തെ ഫീലും നല്ല കിടലിനായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് നിന്ന് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതും തുടക്ക ടൈമിൽ സ്വതവേ എല്ലാവരും പേടിച്ച് പോയി നിൽക്കില്ലേ, ആൾക്കൊരു പേടിയില്ല, ആളുകളാണ്. പിന്നെ കണ്ടുപിടിക്കാൻ ആളുണ്ടല്ലോ. ഇതില് ഈ പറഞ്ഞ ക്രിമിനൽസ് ആണ് ബാക്ക്ഗ്രൗണ്ടുള്ള ഈ ആളുടെ ഫസ്റ്റ് വേർഡാണ്. അപ്പൊ അങ്കമാലി മുതൽ എടുത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം മിക്ക സിനിമയിൽ ഇതുപോലെ ക്രിമിനൽ ആണല്ലോ. സ്വാതന്ത്ര്യരാത്രി നമ്മുടെ ടോനോട് എല്ലാത്തിലും കുറച്ചൊരു ചേട്ടാ ഞാൻ എന്നെ കണ്ടു ചേട്ടാ പച്ചഭാവം ചേട്ടാ. എന്താ പറയാ വെച്ചാല് നമ്മള് അങ്കമാലി കണ്ടിട്ടാണ് എല്ലാ ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്റെ ഓഡീഷൻ കണ്ടിട്ടാണ് എനിക്ക് മറഡോണ കിട്ടുന്നത്.
കാരണം അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ കണ്ണേട്ടനാണ് എനിക്ക് മർഡോണ തരുന്നത്. കാരണം ഞാൻ അങ്കമാലിയുടെ ഓഡീഷനിൽ അഭിനയിച്ച ആക്ടിങ് അല്ല അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചത്. അത് എനിക്ക് ചാൻസ് കിട്ടിയത് മർഡോണയിലാണ്. അത്രയും സെന്റിമെന്റ്സ്, ഇമോഷൻസ്, കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും ഹെവി ക്യാരക്ടർ ഒക്കെ തന്നെയാണ്. മറഡോണയില് ഈ പറഞ്ഞ പോലെ സെന്റിമെന്റ്സ് പറഞ്ഞ പോലെ അവസാനം വരെ കുറച്ചുകൂടി ഇമോഷണൽ നമ്മൾ തിയേറ്ററിൽ പുറത്തിറങ്ങുമ്പോഴും എവിടെയോ ഒരു സാധനം കിട്ടുന്നത്. അതാണ് എനിക്ക് ഇച്ചിരി ചേഞ്ച് എന്നുള്ള രീതിയിൽ കിട്ടിയ ക്യാരക്ടർ. ഇനി ഈ പടത്തിലാണ് ഞാൻ കുറെ വെയിറ്റ് ചെയ്ത്. ഇതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു, എനിക്കത് വർക്കായില്ല. ഇതാണ് ഇല്ല അങ്ങനെ അടി ബഹളം തിരക്കുന്നില്ല. പടത്തിന് ആവശ്യമായിട്ടുള്ള ഫൈറ്റ് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പോകുന്നുള്ളൂ. കഥയാണ് ഇത് കൊണ്ടുപോകുന്നത്. ഈ ആക്ഷൻ കുറെ ചെയ്തിട്ടുള്ള ആളാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ കുറെ ടൈമിംഗ് ഒക്കെ തെറ്റിച്ചിട്ട് കുറെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒരടിക കിട്ടിയിട്ട് തലയൊരു കറക്കം കയറി. അയ്യോ, ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കൂടെ അഭിനയിച്ച അമലാണ് വില്ലൻ ക്യാരക്ടർ ചെയ്തതാണ്. അമലാണ് വില്ലൻ ക്യാരക്ടർ ചെയ്തത്. അപ്പൊ അമലിന് നല്ല പരിക്ക് നല്ല രീതിയിൽ. പിന്നെ പുതിയ ആൾക്കാരല്ലേ നമ്മളാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി കുറെ പുതുമുഖങ്ങളെ കോമ്പിനേഷൻ. ഇല്ല, ഞങ്ങൾ രണ്ടുപേരാണ് ഈ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരാണ് കോമ്പിനേഷൻ ഫുൾ. അപ്പൊ ഈ പറഞ്ഞ പോലെ മുമ്പ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് റാപ്പോ പറഞ്ഞല്ലോ, അത് ഡയറക്ടർ അങ്ങനെ എന്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പടത്തിന് വൺ ലൈൻ മാത്രമേ ഉണ്ടാവും. ഞങ്ങൾ പിന്നെ ഇംപ്രൂവൈസ് ചെയ്തതാണ്. സീനാണ്, എന്താണ് ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്നൊക്കെ ഒരു സീൻ തലേദിവസമൊക്കെ അല്ലെങ്കിൽ ആ നേരത്തെ സ്പോണ്ടേനിയസ് ആയിട്ട് പറയാം. കിട്ടിട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു സീൻ ചെയ്താലോ, നമുക്ക് ചെയ്യാം. ഞാൻ അവരോട് ഞാൻ ചോദിക്കും, എടാ ഈ പടത്തിന് കഥയൊന്നുമില്ലേ, നീ ഒന്നും പേടിക്കണ്ട, വൺ ലൈൻ ഉണ്ട്, ഇവിടെ നീ ഇംപ്രൂവൈസ് ചെയ്ത്. കാരണം നമ്മള് ട്രാവൽ മൂവി ആയ കാരണം കൊണ്ട് നമുക്കൊരു ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി മുന്നൊരു പടം ചെയ്താൽ ഒരു കെമിസ്ട്രി ഉണ്ട് നമ്മൾ എല്ലാവരും തമ്മിൽ. ഞങ്ങളുടെ എല്ലാ ടീമുകളും എൻ്റെ കൂടെ ഒരു മുന്നൊരു വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആണ്. ക്യാരക്ടേഴ്സും ദേവനും സബാനും ശരിക്കും ഇതിൽ എവിടുത്തുകാരാണ്. അവരുടെ നിങ്ങളുടെ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ സ്ലാങ് ഡിപ്പെൻഡ് അല്ല കേട്ടാ. നോർമലി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണോ? നോർമലി എങ്ങനെയാണോ അങ്ങനെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അതായത് ഞങ്ങള് ഒല്ലൂർ പള്ളിയിൽ നിന്നാണ് ഷൂട്ട് തുടങ്ങിയത്. ഒല്ലൂർ പള്ളിയിൽ നിന്ന് ഷൂട്ട് തുടങ്ങി നമ്മൾ കോയമ്പത്തൂർ, ചെന്നൈ, ഹൈദരാബാദ്, KGF, കോലാർ, മഹാരാഷ്ട്ര. ഇല്ല, നമ്മള് തൃശ്ശൂരിൽ നിന്ന് തന്നെ നമുക്കൊരു ഫസ്റ്റ് പുതുമുഖങ്ങൾ എല്ലാവരും കൂടി ചേരുന്നല്ലേ. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ലാങ്, ആർക്കൊക്കെ ആരുടെ ലാംഗ്വേജ് ആണ് സംസാരിക്കാൻ കുറച്ചുകൂടി കംഫർട്ട്, അതവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും സബ്ജക്റ്റിനെയോ കഥേനെയോ ബാധിച്ചിട്ടില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, അത് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ കണ്ടെത്തലാണ്. അത് ഇടുക്കിയിൽ നിന്നാണ് കണ്ടത്. ആ ഒരു ക്യാരക്ടർ വേണമെങ്കിൽ ഇടുക്കിനായോണ്ട് ഇടുക്കി സ്ലാങ് ആയിക്കൊള്ളാം, നന്നായിരിക്കും എന്ന് നിഷാദൊക്കെ കരുതുന്നുണ്ട്. പുള്ളിക്കാരി സംസാരിച്ചപ്പോൾ ആ ഒരു സ്ലാങ് പ്രത്യേകിച്ച് വേറെ കൂടുതലും അതന്നെ ചെയ്തോളാം. അല്ല, ആള് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിരുന്നു. എനിക്ക് ഈ പടത്തിൽ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് പോർഷൻസിൽ ഇഷ്ടപ്പെട്ട ഉരട്ട സീൻ ദേവി അടിപൊളി സീൻസുകളായിരുന്നു. എന്നോട് ഹീറോ എങ്കിർക്കാണ് തെരിയ രഞ്ജിത അഭ്യന്തര കുറ്റവാളികളെ അഭിനയിച്ച സീരിയൽസിലൊക്കെ നല്ല ആക്ട്രസ് ആണ്. ഇപ്പൊ ഇത് ഫസ്റ്റ് പടമാണ്. 9 വർഷമായി അല്ലേ? ഞാൻ 8-9 വർഷമായി. ഇപ്പോഴും രാജൻ എന്നുള്ള ഞാൻ ആ സ്വാഗ് ഇപ്പോഴും പോയിട്ടില്ല എന്ന് പറയുന്നത് സന്തോഷമായിട്ട്. ഇപ്പോഴും ഞാൻ ചോദിച്ചാൽ അത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ ആൾക്കാരെ ആ പേര് വിളിക്കാന്നുള്ളത് സന്തോഷമുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഇല്ല, അതിപ്പോ അടുത്ത് പുറത്തിറങ്ങും. അതായത് നമ്മൾ ഇത്ര ഗ്യാപ്പ് ഇട്ടതിന്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ചെയ്തു വെച്ചതിനേക്കാളും ബ്രേക്ക് ചെയ്തൊരു ക്യാരക്ടർ ചെയ്യണം. അത് നമ്മളിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് യാത്ര ചെയ്യും, ഒരുപാട് ടൈം നമുക്ക് എടുക്കും. ഞാൻ അതിന്റെ പിന്നാലെ ആയിരുന്നു തപ്പി കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞ എല്ലാ പരിപാടി കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. എന്നെങ്ങനെ എന്റെ പേരിലൂടെ എന്നെ അറിയുന്ന ഒരു ടിറ്റോ തന്നെ വിളിക്കാം. എന്റെ പേര് അറിയാത്തവരാണ് ആളല്ലേ എന്ന് പറയുന്നത്. പക്ഷെ ശരത്തിന് കൂട്ടത്തെ കൂടെ തന്നെ പേര് അത് അന്ന് അങ്കമാലി ഡയറീസിൽ ചതിച്ചതാണ്. അത് അങ്കമാലി ഡയറീസിൽ എല്ലാവരും കൂടി ചതിച്ചതാണ്.
അല്ലെ ഇന്നിപ്പോ 9 വർഷമായി നിങ്ങൾ അന്ന് നോക്കുമ്പോ അങ്കമാലിയിൽ നിങ്ങളെല്ലാരും ആദ്യം എനിക്ക് ശരിക്കും തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് അല്ലേ? അപ്പൊ അങ്കമാലിയിൽ ഓഡിഷൻ ചെയ്തെടുക്കുന്നു, ആ ഒരു സിനിമ ഓരോ ഒറ്റ ദിവസം കൊണ്ട് ഏതോ ഒരു ലെവൽ എത്തുന്നു, അല്ല ഒരൊറ്റ സിനിമ കൊണ്ട് നിങ്ങൾ എല്ലാരും അറിയപ്പെടുന്നു. ആ ദിവസങ്ങൾ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയ പടം ഇങ്ങനെ ഓളം കിട്ടുന്ന ഒരു ദിവസങ്ങൾ ഇന്ന് പിന്നെ അത് യൂസ് ചെയ്യും. അന്നത്തെ ഒരു മെമ്മറി എന്താണ് ഞാൻ ചോദിച്ചത്? ഇന്നത്തെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ എഫേർട്ടാണ് ഞാൻ അന്നത്തെ ആദ്യത്തെ സിനിമയുടെ. എൻ്റെ ഏതാണ്ട് ഒരു 16 വർഷം ഞാൻ ഇതിന് പിന്നാലെ സ്റ്റഡീസും എൻ്റെ പിന്നാലെ ആയിട്ടുള്ള സെർച്ചിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ 16 വർഷത്തെ എൻ്റെ എഫേർട്ടാണ്. എൻ്റെ 23ാമത്തെ വയസ്സിൽ ഞാൻ ഇതിനുള്ളിൽ ഇന്നാണ് എൻ്റെ ചെറുപ്പം തൊട്ടിലുള്ള എൻ്റെ അംബീഷനും കാര്യങ്ങളും. അപ്പം ആ ടൈമിൽ ഒരു ഷോക്കായിരുന്നു. അതായത് ഇപ്പം ഇതുപോലെ ഞങ്ങൾ ഇരുന്നിട്ട് സിനിമ അന്ന് തിയേറ്ററിൽ പ്രതിയാണ് തൊട്ടപ്പുറത്ത് ആസിഫ് ഇരിക്കുന്നത്. ആസിഫ് എൻ്റെ അടുത്ത് പടം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഇന്റർവെൽ സമയമായപ്പോൾ വന്നിട്ട് പറഞ്ഞു, അവിടെ തൊട്ടടുത്തിരിക്കുന്നത് ഞങ്ങള് സ്റ്റെപ്പം ഇരിക്കുമ്പോൾ തട്ടിട്ട് പറഞ്ഞു, ഈ സത്യത്തിൽ വില്ലനാണോ, നിങ്ങൾ ശരിക്കും ഗുണ്ടകളാണോ ചോദിച്ചത്. ഞങ്ങൾ എവിടുന്നാ വന്നേണ്, ഞങ്ങളുടെ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ എല്ലാവരും വിചാരിച്ച് പുതുമുഖങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പക്ഷെ ഞങ്ങൾ വെൽ ട്രെയിൻഡ് ആണ്. ഞങ്ങൾ ആ ടൈമിൽ നല്ല ട്രെയിനിങ് എടുത്തിട്ടാണ് സിനിമയിലേക്ക് വന്നത്. എല്ലാവരും പാഷനും കൊണ്ട് വന്നിട്ട് കാര്യമില്ല. അത് എന്നെ പോലുള്ള സാഹചര്യത്തിലുള്ള പിള്ളേർക്ക് ട്രെയിൻ ചെയ്യാൻ തന്നെ വേണം. നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് നല്ല ഓപ്ഷൻസ് കിട്ടുള്ളൂ. എനിക്ക് ആ ഒരു സമയത്ത് ഒരു ത്രില്ലായിരുന്നു, ടെൻഷനും. നിനക്ക് അങ്ങനെ ഇല്ലട. അപ്പം സത്യമായിട്ടും ഇപ്പൊ ഇവന്റെ ഫീൽ എന്താണോ അത് അന്നും ഇതിപ്പോ ഇവനെ കണ്ട ഇങ്ങനെ കിടന്ന് നടക്കണോ അതെ കണ്ടത് ഇതേപോലെ തന്നെയായിരുന്നു അന്ന് ഞങ്ങൾ. ലൊക്കേഷനിൽ നിങ്ങൾ കുറെ ഈ സിനിമ നിങ്ങൾ ഒരുമിച്ചാണല്ലോ, കുറെ യാത്ര നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സംശയങ്ങൾ എന്തായിരുന്നു? ഞാൻ നേരത്തെ ആളോട് ചോദിച്ചിരുന്നു, എന്താണ് ടിറ്റൂരിൽ കൂടുതൽ പഠിച്ചത്, എന്താണ് ഇവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സ്ട്രീറ്റുകളും പോയിട്ട് ഞങ്ങൾ ഫുഡ് അടിച്ചു. ഇല്ല ഞങ്ങള് അതായത് നടന്നിട്ട് ഫുള്ള് നടന്ന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ കേരളം ഇപ്പൊ നമ്മള് വേറെ എവിടേക്ക് എന്ന് കഴിഞ്ഞാലും അപ്പൊ സ്ട്രീറ്റ് ഫുഡ്സിന്റെ ഒരു കൂടാരാണ് മൊത്തത്തിൽ. ആദ്യം മനസ്സിലായി, ആദ്യം ഇതാണ് പരിപാടി. അപ്പൊ എല്ലാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അത് നമ്മൾ ഭയങ്കര ഈസി ആയിട്ടാണ് നമ്മള്, കാരണം നമുക്ക് സീൻ തരുന്നു, നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനുള്ള ടൈമുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മൾ സീൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്ത് ടക്കെന്ന് പറഞ്ഞ സാധനം ചെയ്ത് വർക്കൗട്ട് ആയി ഞങ്ങൾ തിരിച്ചു പോകും. ഞങ്ങൾക്ക് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു കേട്ടോ, എന്നെ ആദ്യത്തെ ദിവസം മാത്രമേ ഇവർക്ക് ഇച്ചിരി ഭയം വ്യക്തികളുണ്ടാവുള്ളൂ. ആ ഏറ്റവും ദിവസം കഴിഞ്ഞപ്പോഴാ അങ്ങോട്ട് പാടാ. അതെ എല്ലാവരും ഫ്രണ്ട്സാണ്. പേടിയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ തന്നെ അറിയുന്ന ആൾക്കാർ നമ്മളെ കൂട്ടുകാരുടെ മുന്നിൽ എങ്ങനെ ചെയ്യുന്ന ആ ഒരു വൈബിലാണ് നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. ഐഫോണാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു റിസ്കുണ്ട്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അന്നത്തെ ഒരു എക്സ്പെരിമെന്റ് സാധനമാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു ഐഫോണിൽ ഷൂട്ട് ചെയ്ത്? അതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? ഞാനൊക്കെ പണ്ട് ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ഞാൻ മൊബൈലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിഷാദും ചെയ്തിട്ടുണ്ട്. നിഷാദ് എൻ്റെ അടുത്ത് ഒരു നൈറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഐഡിയ തോന്നിട്ടാണ്, നീയും ദേവനും നിന്നെയും വെച്ചിട്ട് വർക്ക് ചെയ്താലോ കൊള്ളാറുണ്ട്. നീ പറ എന്താണ് പ്ലാൻ? നമ്മള് നാളെ രാത്രി ഷൂട്ട് പോകാൻ പോകും. നാളെ രാത്രിയാണ് ഷൂട്ട് പോകാൻ പോകണം. എൻ്റെ അടുത്ത് തലേദിവസം വെച്ചിട്ടാണ് സബ്ജക്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇതിന്റെ വൺലൈൻ എന്താ? അത് പണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ പരിപാടി. വൺലൈൻ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയാടാ വൺലൈൻ. ഞാൻ പറഞ്ഞു എങ്ങനെയാടാ ഷൂട്ടും കാര്യങ്ങളും? അല്ലടാ ഞാനൊരു വേറൊരു പരിപാടി പിടിക്കാൻ പോവാ, റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് അവ ഐഡിയ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എടാ ഇത് ചിലപ്പോ പണി കിട്ടാൻ സാധ്യതയുണ്ട്, 100% ചിലപ്പോ പണി കിട്ടാൻ സാധ്യതയുണ്ട്, നമ്മൾ എന്ത് ചെയ്യടാന്ന് ചോദിച്ചു. നീ ടെൻഷൻ അടിക്കണ്ടാ, നീ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യ, നീ വരുന്നുണ്ടോ എൻ്റെ കൂടെ? പറഞ്ഞു ശരിടാ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറിയതാ. പക്ഷെ ഈ ഞങ്ങള് രാഗം തിയേറ്ററിൽ ഞങ്ങൾ ഇതിന്റെ ട്രെയിലർ ഔട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുന്ന വരെ ഞങ്ങളുടെ ചങ്കി ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സ്ക്രീനിൽ ഇതെങ്ങനെയാണ് ഇതിന്റെ ഇമ്പാക്ട് കിട്ടുക, എങ്ങനെ വരെ ഞങ്ങൾ അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത സമയത്ത് വരെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനായി. മുരളിയേട്ടനാണെങ്കിൽ പ്രൊഡ്യൂസർ മുരളിയേട്ടനാണെങ്കിൽ എല്ലാവരും ടെൻഷനിലായിരുന്നു. പക്ഷെ രാഗത്തില് എന്റെ പുണ്യായിട്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം പോകുന്നത്. കാരണം ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്തില്ല ഒരു മൊബൈലിൽ നിന്ന് ഇത്രയും നല്ല ഔട്ട് നമുക്ക് കിട്ടും എന്നുള്ളത്. ഡെപ്ത് ക്വാളിറ്റി തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ടോ, പക്ഷെ നല്ല ക്ലിയർ ക്വാളിറ്റി നമുക്കൊരു ഔട്ട് കിട്ടി. ആളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളെല്ലാ സാധനങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അടുത്തൊരു ഐഡിയ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അവനെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടി ചെയ്യില്ല. പക്ഷെ അത് റിസ്ക് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. നമ്മളെല്ലാവരും അത് എടുത്താലേ എല്ലാവരും കൂടെ നിൽക്കണം, എന്നാലേ നമുക്ക് തീരുള്ളൂ. അപ്പൊ എല്ലാവരും കൂടെ നിന്ന് എല്ലാവരും ഹാപ്പിയായിരുന്നു, എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വെയിലും ഒരുപാട് നടന്നു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും. കാരണം ലൊക്കേഷൻസ് ഒന്ന് ചെയ്തെടുത്ത് വരുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തൊരു ലൊക്കേഷൻ കിട്ടുക.
അപ്പൊ ഞങ്ങൾ അവിടെ അവിടെ അപ്പൊ അവിടെ വരെ ഷൂട്ട് ചെയ്യും. ഒരുപാട് സന്തോഷമാണത്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഹാപ്പി. കാരണം ഇതേപോലെ ഒരു യാത്രയെ കൂടെ ഒരു സിനിമ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ഇത്ര കരിയറിന്റെ ഇടയിൽ എനിക്ക് ഇത്രയധികം യാത്ര ചെയ്യാൻ, നമ്മള് ടൂർ പോകാൻ വിചാരിച്ച പോലെ നടക്കാറില്ല. പക്ഷെ ഇത്ര രസകരമായിട്ട് നമ്മളൊക്കെ ചെന്നൈയിലൊക്കെ ചെന്നപ്പോ ഒരു മടുപ്പൊന്നും ഒരു കുഴപ്പമില്ല. അത് ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അത് ഞങ്ങള് സിനിമയിലും കാണുമ്പോൾ ഫീൽ ചെയ്യും. കാരണം പകലും ഇല്ല, നൈറ്റും ഇല്ല, ഉച്ചയ്ക്കും ഇല്ല, അങ്ങനെയെങ്കിലും എങ്ങനെയും എല്ലാ ടൈമിലും ഷൂട്ട് നമ്മളിങ്ങനെ യാത്രയിലാണല്ലോ. കോസ്റ്റ്യൂംസ് ഒക്കെ മാറില്ല, അതൊക്കെ ഒരു ടെൻഷനും ഇല്ല. പോണ വഴിക്ക് അതൊക്കെ മാറി. അങ്ങനെ ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു റണ്ണിങ്. അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇനി ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പോകുള്ളൂ. അന്ന് നിങ്ങൾ പുതുമുഖം പറഞ്ഞു, ഇപ്പൊ ഇയാൾ ഇപ്പോഴത്തെ പുതുമുഖമാണ്. അപ്പൊ നിങ്ങളുടെ അന്നത്തെ പുതുമുഖം എന്നാണ്, അതായത് ടിറ്റോ എന്ന് പറഞ്ഞ അന്നത്തെ പുതുമുഖം, ദേവാന്ന് പറഞ്ഞ ഇന്നത്തെ പുതുമുഖം തമ്മിലുള്ള ഡിഫറൻസ് എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മനസ്സിലായത് ഏത് മുഖമായാലും നമ്മുടെ കൂടെ അഭിനയിക്കുമ്പോൾ നല്ല കിടിലനായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അത് പഴയ മുഖമായാലും ശരി, പുതിയ മുഖമായാലും ശരി. കാരണം ഞാൻ വളരെ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഞാൻ നന്നായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് അടുത്ത ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക. അപ്പൊ അത് കാരണം ഞാൻ മത്സരിച്ച് നിൽക്കും. അത് കാരണം കൊണ്ട് ഇവര് നന്നായിട്ട് മത്സരിക്കുന്നുണ്ട്. അതെ, അതായത് ഒരു മത്സര ബുദ്ധി ഉള്ള കാരണം കൊണ്ടാണ് ആൾക്ക് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ആള് ഡ്രോപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് പടത്തിനെയും ബാധിക്കും. ആള് ഒരു രക്ഷയില്ലാതെ നിന്ന് പൊരിച്ചിട്ടുണ്ട്. അത് ചേട്ടൻ പടം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ആശാൻ. അല്ല തോന്നണത് ചേട്ടാ നിങ്ങളെ അങ്കമാലി ടീമിന്റെ നിങ്ങൾ ഒരുമിച്ചിട്ട് പിന്നെ അധികം അല്ല ഞാൻ അജകചാന്ദ്രൻ ചെയ്ത് അതിനുശേഷം ഞാൻ ഹീറോ ആയിട്ട് ഒരു 3-4 പടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത പടങ്ങൾ ഇറങ്ങിയിട്ടില്ല. അത് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്തേണെന്ന് എല്ലാവർക്കും അറിയുള്ളൂ. ഇപ്പോഴെങ്ങനെയാ നിങ്ങളുടെ ഒരു സൗഹൃദം കാര്യങ്ങൾ? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അത് നമ്മൾ ആരും ഡിസ്റ്റർബ് ചെയ്യുന്ന പരിപാടിയില്ല. അവരവരുടെ വർക്കുള്ള അവരവർ ചെയ്യുന്നു. എപ്പോഴെങ്കിലും നമ്മളെപ്പോഴെങ്കിലും കാണാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവര് കാലത്തേ വിളിച്ചു തുടങ്ങും. വൈകിട്ട് വരെ ഉറങ്ങണവരെ വിളിക്കും. കാണണം പറഞ്ഞു. നമ്മുടെ ലിജോ സാറിനെ ഇപ്പോഴും വിളിച്ച് അവസരങ്ങൾ ചോദിക്കട്ടെ? ഇപ്പോഴും ഇല്ല, അത് ചോദിക്കില്ല. ഒരു പടം അത് ചോദിക്കില്ല. അത് ഒരിക്കലും ചോദിക്കില്ല. ആരോട് ചോദിക്കാം? ആരോടില്ല. അത് വെച്ചാൽ എന്റെ ഒരു ആഗ്രഹം കേട്ടോ. ശരിക്ക് ഞാൻ എന്ന ശിഷ്യന് ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അവരെക്കാൾ മേലേക്ക് ഉയർന്നു ചെന്ന് അവര് നമ്മളോട് നിന്റെ വെച്ച് ഞങ്ങൾ പടം ചെയ്യട്ടാ എന്ന് ചോദിക്കുമ്പോഴല്ലേ ഒരു യഥാർത്ഥ ഗുരുദക്ഷിണ. ഇല്ല, ആൾക്ക് കൊന്നിട്ട് ഓർമ്മയില്ലെങ്കിൽ ഓർക്കണ്ട, മറന്നോട്ടെ. അല്ല നമ്മുടെ ഞാൻ ബേസിക്കലി കാര്യം പറഞ്ഞിട്ടാ. എനിക്ക് ഇപ്പൊ ടിറ്റോ നല്ല നടനാണ്, ടിറ്റോ നല്ല പെർഫോമറാണ്, ടിറ്റോനെ വെച്ച് സിനിമ ചെയ്യാന്ന് പറഞ്ഞിട്ട് ആരും വരുന്നില്ല. ഞാനാണ് എന്റെ വർക്കുകൾ കണ്ടെത്തുന്നത്. എനിക്കുള്ള വർക്കുകൾ ഞാൻ തന്നെ അന്വേഷിച്ച് ഞാൻ തന്നെ കണ്ടെത്തി. അത് ഞാൻ അങ്ങനെ കണ്ടെത്തിക്കാണ്ട് എനിക്ക് ദേവനെ പരിചയപ്പെട്ടു. ദേവൻ നീ അടുത്ത പടത്തിൽ ഇങ്ങനെ ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടിരാണ്. അപ്പൊ ഞാൻ എന്റെ വർക്കുകൾ കണ്ടെത്തുന്ന കാരണം കൊണ്ട് ഞാൻ ആരും ശല്യപ്പെടുത്താറില്ല. അതെ, എനിക്ക് ഹിന്ദി അറിയില്ല. അപ്പൊ ലിജോനെ വിളിച്ചു കഴിഞ്ഞാൽ ചാൻസ് വരും. പക്ഷെ അങ്ങനെ ചോദിക്കുന്ന ചാൻസിനേക്കാൾ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് അല്ല ആൾ എനിക്ക് തരാവുന്നതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് എനിക്ക് തന്നു. നമ്മൾ ഒരാളിൽ നിന്ന് ഒന്നിൽ കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കരുത്. അദ്ദേഹം ഒരു സഹായം ചെയ്തെന്ന് ഞാനും തിരിച്ച് നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ചെല്ലും. അതിപ്പോ എന്താ പറയാ, ഫ്ലൈറ്റ് ചാറ്റ് ചെയ്ത് നമ്മൾ എത്തുന്ന എന്റെ കല്യാണമാണ്, എന്റെ എൻഗേജ്മെന്റ് ആണ്, എല്ലാരും ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പരിപാടി കഴിഞ്ഞു. ഇപ്പത്തെ പടങ്ങൾ ഇപ്പോ പകിടകളി ഇറങ്ങാതിരിക്കുന്നുണ്ട്. സംഭവാരംഭം പിന്നാലെയുണ്ട്. 144 ഗോഡ്സ് ട്രാവൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2 പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. ഒരെണ്ണം ട്രിവാൻഡ്രം നടക്കുന്നുണ്ട്, ഒരെണ്ണം തൃശ്ശൂർ നടക്കുന്നുണ്ട്. എന്തെങ്കിലും അപ്ഡേഷൻസ് അത് നമ്മളെന്നറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് എപ്പോഴും നമുക്ക് ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ബേസിക്കലി നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ വെറുതെ ചൊറിയും. അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ മുടങ്ങി പോവുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ റിതം മനസ്സിലാക്കിയത് ഈ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ്. അപ്പൊ എനിക്ക് ഇച്ചിരി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പണ്ടൊന്നും എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത് പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യാനൊക്കെ സംസാരിക്കായിരുന്നു. അതിനൊക്കെ ഓവർകം ചെയ്യാൻ ഞാൻ പഠിച്ചു. അതെന്റെ പക്വതയായിരിക്കും, ഇപ്പോഴത്തെ പ്രായത്തിന്റെ പക്വതയായിരിക്കും. മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട്. ഓ പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അതെ, എല്ലാരും വരണം. ഒരുപാട് 10-50ഓളം നമ്മൾ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തിയേറ്ററിൽ തന്നെ പോയി കാണാം.
നല്ലൊരു ഔട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ വലിയ വിജയത്തിലേക്ക് ഇത് മാറും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അപ്പൊ അതൊരു ഓക്കെ ഇറങ്ങട്ടെ. ഇപ്പൊ നമ്മളെ തീർച്ചയായിട്ടും കേട്ടോ. നമ്മുടെ യുക്കണ്ട രാജൻ എന്നുള്ള പേര് മാറി സബാൻ എന്നുള്ള ആളുകൾ വിളിച്ചു തുടങ്ങട്ടെ അല്ലേ? എന്നെ അതിലേക്ക് കൊടുക്കണ്ടേ? അല്ലേ? ഇത് സബാൻ എന്നുള്ള ആളുകൾ വിളിക്കട്ടെ. വരട്ടെ ചേട്ടാ. ഞാനിപ്പോ മർഡോണ ചെയ്യണത്, അതായത് എല്ലാവരും എല്ലാ പടം കണ്ടിട്ടില്ല. അങ്കമാലി കണ്ട ആൾക്കാര് മർഡോണ കണ്ടിട്ടില്ല, മർഡോണ കണ്ട ആൾക്കാര് അങ്കമാലിയും കണ്ടിട്ടില്ല. ഇപ്പൊ ചിലവർക്ക് ചില കഥാപാത്രങ്ങളെ ഇഷ്ടം. ബട്ട് ആ പടത്തിലെ ആളാണ്. ഒരിക്കലും രാജനിൽ മാത്രമായിട്ട് തന്നെ അങ്ങനെ, രാജനാണ് കൂടുതൽ ആൾക്കാർ. ഞാൻ മുംബൈയിൽ പോയ ടൈമിലും അവിടെയുള്ള ഹിന്ദിക്കാർക്ക് വരെ ഇത് ഡബ് ചെയ്ത് ഇറക്കിയ കാരണം കൊണ്ട് നമ്മുടെ ഫേസ് അവരുടെ ഉള്ളില് ഈ ഓൾറെഡി ഇവിടെ ഹിറ്റാണ്. എല്ലാ ആൾക്കാരും ഇപ്പൊ ചെമ്മീൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പണ്ട് ആൾക്കാർ കളിയാക്കണ പോലെയാണ് അങ്കമാലി ഡയറീസ് കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നീ കണ്ടിട്ടില്ലേ ഇതിൽ കളിയാക്കണം. അത്രയും ലെവലിലേക്ക് ആ സിനിമ നമുക്ക് വേൾഡ് വൈഡ് നമുക്ക് എത്തിച്ച് അതെനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല സിനിമേന്റെ ഇപ്പോൾ തമിഴിൽ ഞാൻ പടം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം അവിടെ എല്ലാ ആൾക്കാരും പറയണത് നിങ്ങൾ അങ്കമാലി ഡയറീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ ഇനി നിങ്ങൾ എന്താണ് വേറെ ചെയ്യേണ്ട ആവശ്യം എന്നാണ്. അതൊരു സന്തോഷം കേട്ടോ. അതൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കുപോകും. എന്നാലും കുറച്ച് പോസിറ്റീവ് ക്യാരക്ടറുകൾ വേണം. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കണ്ടേ, തരണ്ടേ ഒരു തരണ്ടേ. റൊമാൻസ് ഒന്നും ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലേ? റൊമാൻസ് ഒന്നും ചെയ്തിട്ടില്ല തോന്നുന്നു. ഞാൻ ചെയ്തിട്ടുണ്ട്. ലവ് എഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലവ് എഫിൽ റൊമാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഞാൻ പേഴ്സണൽ ജീവിതത്തിൽ ഭയങ്കര റൊമാൻറ്റിക് ആരും റൊമാൻറ്റിക് ആന്ന് തരണ്ടേ. അതിനെങ്ങനെയാ ഇവനൊക്കെ അല്ലേ വന്നിട്ട് എവിടെ നമ്മൾ ഇച്ചിരി റൊമാൻസ് കാണിച്ചാൽ. അപ്പൊ തന്നെ പറഞ്ഞ ബാക്കി തിയേറ്ററിൽ ചേട്ടാ, തിയേറ്ററിൽ ഞങ്ങള് എക്സാം റിസൾട്ട് വരുന്ന പോലെയാണ് ഇരിക്കുന്നത്. വളരെ റിസ്ക് എടുത്തിട്ട് ഇത്രയും സൂയിസൈഡ് അറ്റംപ്റ്റ് ഒരു നടനും ജീവിതത്തിൽ ചെയ്യില്ല. ഞങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുക. അടുത്ത പടത്തിൽ ഒരുമിച്ച് അടുത്ത പടങ്ങളൊക്കെ അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പോവും, വിളിച്ചില്ലേലും ഞാൻ പോവും. ഹീറോ വില്ലൻ അല്ല ഇല്ല എന്തായാലും എനിക്ക് ലീഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ഞാൻ ബിസി ആയി കുട്ട ഞാൻ വരില്ല. അപ്പൊ അങ്ങനെ കേട്ടാ. അപ്പൊ